വെടിനിർത്തൽ ചർച്ചയിൽ മികച്ച പുരോഗതി ഉണ്ടാകുമെന്നാണ് അമേരിക്കയുടെ പ്രതികരണം. വാർത്ത കേട്ട പലരും വിചാരിച്ചത് ചർച്ചയിൽ തീരുമാനം ആകും എന്നൊക്കെയാണ്. പക്ഷേ ഇത് ചർച്ചയിൽ തീരുമാനമാകാനോ ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തി എല്ലാം മടക്കിക്കെട്ടി പിരിഞ്ഞു പോകുവാനോ ഉള്ള ചർച്ചയെ അല്ല. ഏക മാറ്റമുണ്ടായത് ഖത്തറിലെ ദോഹയിൽ നിന്നും ചർച്ച ഈജിപ്തിലേക്ക് മാറി എന്നത് മാത്രമാണ്. അമേരിക്കയുടെ പാവ സർക്കാരിനെ പോലെ പ്രവർത്തിക്കുന്ന ഈജിപ്തിൻ്റെ അൽ-സിസി ഭരണകൂടം അമേരിക്കൻ താൽപ്പര്യങ്ങൾക്ക് അപ്പുറമൊന്നും പറക്കാൻ ഈ അവസരത്തിലെന്നല്ല ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിലും സാധ്യമല്ല. മാത്രവുമല്ല, ചർച്ചയ്ക്കുണ്ടായ പശ്ചാത്തലം കൂട്ടി വായിക്കേണ്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഖത്തർ അമീറിനോടും അൽ-സിസിയോടും സംസാരിച്ചപ്പോൾ പറഞ്ഞത് തന്നെ അവർക്കുണ്ടായ ആശങ്കയാണ്. വിഷയത്തിൽ വേഗം ഒത്തുതീർപ്പിലെത്തണമെന്നും ഇല്ലെങ്കിൽ ഗാസ യുദ്ധം മേഖലയിലേക്ക് കൂടുതൽ വ്യാപകമായി പടരുമെന്നും ഇത് വലിയ യുദ്ധത്തിന് വഴിവെക്കുമെന്നുമാണ് ജോ ബൈഡൻ ഇരുവരോടും പറഞ്ഞത്. ഒരേ സമയം വേട്ടക്കാരനും ഇരകൾക്കുമൊപ്പം സഞ്ചരിക്കുന്ന രണ്ട് കുതിരപ്പുറത്ത് ഒരേ സമയം യാത്ര ചെയ്യുകയാണ് സാക്ഷാൽ ജോ ബൈഡൻ. ഇനി ബൈഡന്റെ തന്നെ ഈ അഭിപ്രായം എന്തെങ്കിലും കാര്യഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ? ഒരിക്കലുമല്ല. ഈ യുദ്ധത്തിൽ ഇടക്ക് വെച്ച് ബൈഡനും നെതന്യാഹുവും തമ്മിൽ ഒരു ടെലിഫോൺ സംഭാഷണം നടക്കുന്നു. രണ്ടുപേരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമുണ്ടായി എന്നാണ് പുറത്തു വന്ന വിവരങ്ങളൊക്കെ. തന്നെ മറയാക്കി കളിക്കുന്നത് നെതന്യാഹു ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് അന്ന് ബൈഡൻ നെതന്യാഹുവിനോട് നേരിട്ട് ഫോണിൽ പറഞ്ഞത്. നെതന്യാഹുവിനറിയാം ബൈഡൻ ഇസ്രയേൽ ലോബിയുടെ കയ്യിലെ പാവയാണെന്നും വാക്കിന് വിലയില്ലാത്ത ആളാണെന്നും അമേരിക്കക്കാർക്കും എന്തിന് സ്വന്തം പാർട്ടിക്കാർക്കും ഒരു ഗൗരവവും ഇല്ലാത്തയാളാണ് എന്നുമൊക്കെ നെതന്യാഹുവിനറിയാം. ഇങ്ങനെയൊക്കെ അല്ലായിരുന്നുവെങ്കിൽ സ്വന്തം ഭാഗത്തെ ഇസ്രയേലിനെ പറഞ്ഞിടത്ത് ഇരുത്താൻ അമേരിക്കക്ക് സാധിക്കണമായിരുന്നു. അത് സാധിച്ചില്ല. ഇവിടെ ബൈഡൻ എന്ന കളിപ്പാവയെ ഇസ്രയേൽ വീണ്ടും ഉപയോഗിക്കുകയാണ്. ഇറാന്റെ നീക്കവും റഷ്യയുടെ പിന്തുണയും ഉത്തര കൊറിയയുടെ ആയുധ സഹായവും ചൈനയുടെ മൗനവും അമേരിക്ക ഇസ്രയേൽ കക്ഷികൾക്ക് ഉള്ളിൽ തീ പടർത്തുന്ന ഒന്നാണ്. ഇസ്രയേൽ കരുതുന്ന പോലെ കുറേ പേരെ കൊന്നു തള്ളിയാൽ മാത്രം യുദ്ധം ജയിക്കാവുന്ന കൂട്ടരല്ല ഇറാൻ. വെല്ലുവിളികൾക്കിടയിലും ആയുധബലം വർദ്ധിപ്പിച്ച രാജ്യമാണത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ തിരിച്ചടി പൊടുന്നനെ ഉണ്ടായാൽ സംഭവിച്ചേക്കാവുന്ന തിരിച്ചടിയെക്കുറിച്ച് നെതന്യാഹുവിന് ബോധമില്ലെങ്കിലും ഇസ്രയേൽ മിലിറ്ററിയായ IDF-ന് മികച്ച ബോധ്യവും അവർക്കതിനെക്കുറിച്ചുള്ള ആശങ്കയുമുണ്ട്. അതിനവർക്ക് സാവകാശം വേണം. ഇസ്രയേൽ സൈന്യത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ പൊട്ടിത്തെറികളുണ്ട്. സൈനികർ കടുത്ത മാനസിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതായി ഒരു റിപ്പോർട്ട് ഇതിനോടകം പുറത്തു വന്നിരുന്നു. മാത്രവുമല്ല, ഏത് നിമിഷവും ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന മുൻകരുതലുകളിൽ തുടരുന്നതിനാൽ ഇസ്രയേൽ പൗരന്മാർ കടുത്ത പിരിമുറുക്കം നേരിടുകയാണെന്നും അവർക്ക് ഉറക്കം നഷ്ടമായെന്നുമുള്ള റിപ്പോർട്ടുകൾക്കൊപ്പം തന്നെ ഇവർ ധാരാളം ഉറക്കുഗുളികൾ ഉപയോഗിക്കുന്നുവെന്നും ഉറക്കുഗുളിക ഉപയോഗിക്കുന്നതിൽ ഇസ്രയേലിൽ 30% വർധനവുണ്ടായെന്നുമാണ് മറ്റൊരു കണക്കിൽ പറയുന്നത്. യുദ്ധമുണ്ടായാൽ ഇസ്രയേൽ രാജ്യത്തിനകത്ത് വലിയ പ്രതിസന്ധികളുണ്ടാകും. 10 മാസം പിന്നിട്ട ഗാസ അധിനിവേശം ഇസ്രയേലിന് നൽകിയ തിരിച്ചടിയും ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്തതും ഹമാസ് കേന്ദ്രങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതും വലിയ പ്രതിസന്ധി തന്നെ ഇസ്രയേലിനകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനിടെ ഹമാസ് തലവനെ വധിച്ച് ഇറാനെ വെല്ലുവിളിച്ച ഇസ്രയേൽ ഇറാൻ പൊടുന്നനെ ചാടിയിറങ്ങി യുദ്ധത്തിന് ഇറങ്ങുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ പ്രതികാരം വീട്ടുമെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ ഇപ്പോഴും തങ്ങളുടെ നീക്കം എന്താണെന്നോ എപ്പോഴാണെന്നോ വെളിപ്പെടുത്താത്തതും ഇസ്രയേലിനെ കടുത്ത ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഇതെല്ലാം മറികടന്നാണ് ഇപ്പോൾ ഹമാസ് പങ്കെടുക്കാത്ത സമാധാന ചർച്ച ഈജിപ്തിൽ നടക്കാൻ പോകുന്നത്. ഇസ്മായിൽ ഹനിയ ജീവിച്ചിരുന്നപ്പോഴുള്ളതിനേക്കാൾ ഭയം ഹനിയയുടെ മരണശേഷം നടക്കുന്ന ചർച്ചകളിൽ അത് അമേരിക്കക്കും ഇസ്രയേലിനും കൂടുതൽ ബോധ്യമാവുകയും ചെയ്യും. കാരണം ഹനിയ എന്ന നയതന്ത്രജ്ഞനല്ല ഇനി ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുക എന്നതാണ്. യഹ്യ സിൻവാർ എന്ന ഇസ്രയേലിൻ്റെ പേടി സ്വപ്നമായ വ്യക്തിത്വമാണ്. പക്ഷേ യഹ്യ സിൻവാറിനെ ഭീകരനായി പ്രഖ്യാപിച്ച അമേരിക്ക സിൻവാറുമൊത്ത് ചർച്ചയ്ക്കിരിക്കുകയും ഇല്ല. സുരക്ഷാ പ്രശ്നങ്ങൾ മുൻകരുതി യഹ്യ സിൻവാറും വിട്ടുനിൽക്കും. ഫലത്തിൽ ചർച്ച എന്നത് കേവല മാധ്യമ ശ്രദ്ധ തിരിക്കൽ മാത്രമാകും. ഇനി ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ ഇറാൻ ആക്രമണമുണ്ടായാൽ അത് ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനുണ്ടാക്കുന്ന പ്രയാസം ചെറുതായിരിക്കുകയുമില്ല. അതിന് കാരണം ഹനിയ എന്നൊരു നയതന്ത്രജ്ഞൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഹമാസിൻ്റെ വാദം അമേരിക്കക്കും ഇസ്രയേലിനും കേൾക്കാൻ കഴിയുമായിരുന്നു. ഇവിടെ യഹ്യ സിൻവാർ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ ചർച്ചയിൽ തങ്ങൾ ഇരിക്കില്ല എന്നുകൂടി ഹമാസ് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി ഈ ചർച്ചയ്ക്ക് എന്തായിരിക്കും ഫലം എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒന്ന് തന്നെയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.